പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ കസേരകൾ, മേശ, AC, കമ്പ്യൂട്ടർ തുടങ്ങിയവയൊക്കെ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവ്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച കമ്പനിയുടെ ബിൽ തുക കിട്ടാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. സച്ചിൻ പാലക്കാട് നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സച്ചിൻ, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ് പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത്. ആ റെയിൽവേ ഡിവിഷന്റെ സ്ഥാവരവും ജംഗമവും ഒക്കെയാണ് ഇപ്പോൾ ജപ്തി ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം രാജ്യത്ത് നല്ല ഒരു ശതമാനം വരുമാനം ലഭിക്കുന്ന ഒരു റെയിൽവേ ഡിവിഷൻ കൂടിയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. എന്നാൽ പാലക്കാട് റെയിൽവേ ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ജപ്തി നടപടിയും സൂചന നൽകുന്നത്. കാരണം 12 വർഷത്തിലേറെയായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള ഓഫീസുകളിലെ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത്. എന്നാൽ ഈ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിക്ക് യാതൊരുവിധ തുകയും നൽകാൻ വേണ്ടി റെയിൽവേ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജപ്തി നടപടിയിലേക്ക് റെയിൽവേ നീങ്ങിയിട്ടുള്ളത്. ഈ സ്വകാര്യ കമ്പനി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നീങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ 15ഓളം കമ്പ്യൂട്ടറുകളും അതേപോലെ തന്നെ AC-കളും 50ഓളം കസേരകളും അടങ്ങിയ ഫർണിച്ചറുകൾ അടക്കം ജപ്തി ചെയ്യാനുള്ള ഒരു ഉത്തരവാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാലക്കാട് ഈ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനി MSME ഫെസിലേഷൻ കൗൺസിലിന് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ചെന്നൈ ഹൈക്കോടതിയിലും അപ്പീൽ നൽകിയിരുന്നു. അവിടെ വെച്ച് ഈ പരാതികൾ ഹൈക്കോടതി റെയിൽവേക്കെതിരെ നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ തുക നൽകണമെന്ന ഒരു ഉത്തരവാണ് അന്ന് ചെന്നൈ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ അത് പാലിക്കാൻ വേണ്ടി പാലക്കാട് ഡിവിഷൻ റെയിൽവേ ഡിവിഷൻ തയ്യാറായില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും കോടതി ജപ്തി നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അത് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അടുത്ത ദിവസം തന്നെ ജപ്തി നടപടിയിലേക്ക് കടക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മനു, ശരി, സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ നാണക്കേടാണ്. കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നുകൂടിയാണ് പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത്. ആ റെയിൽവേയുടെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച കമ്പനിക്ക് കൃത്യമായ സമയത്ത് പൈസ കൊടുത്തില്ല. സ്വാഭാവികമായ അവർ നിയമ നടപടിയിലേക്ക് കടക്കുന്നു. അവർ കോടതിയെ സമീപിക്കുന്നു. കോടതി ജപ്തി ചെയ്യാൻ ഉത്തരവിടുകയാണ്. റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ കസേരകൾ, മേശകൾ, AC, കമ്പ്യൂട്ടർ അടക്കമുള്ള വസ്തുക്കളൊക്കെ ജപ്തി ചെയ്യാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ നാണക്കേടാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഈ ഒരു നടപടി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. റെയിൽവേയുടെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ഈ സംഭവത്തെ കാണാനും കഴിയും. വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.